നമ്മൾ നേരത്തെ ഈ പ്രസാദ് സംസാരിച്ച അമ്മ വോട്ട് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആദ്യത്തെ വോട്ടായിരുന്നു ആ അമ്മയുടേത്. അപ്പം ഈ ആളുകളെല്ലാം നമ്മൾ ഈ പ്രചരണത്തിൽ കണ്ട ആ സമയത്ത് കണ്ട ആവേശമൊക്കെ വോട്ടായിട്ട് പെട്ടിയിൽ വീഴുമോ എന്നുള്ളതിനായിരുന്നു ഒരു സംശയം. പക്ഷേ രാവിലെ കാണുന്ന ഏറെക്കുറെ എല്ലാ ബൂത്തുകളിലും നല്ല നീണ്ട ക്യൂ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ആസിഫിലേക്ക് കൂടെ പോകാം. ആസിഫ് എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കാം. എങ്ങനെയാണ് ആസിഫ് നിൽക്കുന്ന സ്ഥലത്തെ കാഴ്ചകളെന്ന് കൂടി അറിയേണ്ടതുണ്ട്. ആസിഫെ, ഗുഡ് മോർണിംഗ്. ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തിയ ഒരാൾ PV അൻവർ ആയിരുന്നു. പക്ഷേ PV അൻവറിന് വോട്ടില്ല. ഇവിടെ ഈ പറയുന്ന പോലെ ആദ്യം ജനുവരി 13 മുതൽ ഡയറക്റ്റ് വെല്ലുവിളികളാണ് PV അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് ആദ്യം പിണറായിസത്തിൽ തുടങ്ങി, പിന്നീട് മരുമോനിസമായി, പിന്നീട് സതീശനിസത്തിലൊക്കെ എത്തി നിൽക്കുന്നു. പക്ഷേ അൻവറിന് വോട്ടുമില്ല. ഈ ആസിഫ് എവിടെയാണ് നിൽക്കുന്നത്? അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയൊക്കെയാണ്? സേതു, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വീട്ടിലാണ്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ വോട്ട് ചെയ്യാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 7:45 ഇദ്ദേഹം ബൂത്തിലേക്ക് എത്തി കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം മറ്റ് ബൂത്തുകൾ സന്ദർശിക്കാൻ പോവുക എന്നുള്ളതാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. എന്തായാലും സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ പലവിധ വിഷയങ്ങൾ ചർച്ചയായ തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ എല്ലാ മുന്നണികൾക്കും ആശങ്കകളുണ്ട്, പ്രതീക്ഷകളുണ്ട്. അതിൻ്റെതായ കാരണങ്ങളുമുണ്ട്. PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാകുമെന്ന് കരുതുന്നുണ്ട്. ആരുടെ വോട്ടിലാണ് ചോർച്ചയുണ്ടാക്കുക എന്നുള്ള ആശങ്കകളെല്ലാം നിലനിൽക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. എന്തായാലും മുന്നണികൾ അവരുടെ എല്ലാ ആയുധങ്ങളും പുറത്തെടുത്തുകൊണ്ടുള്ള പ്രചാരണമാണ് മുന്നോട്ട് പോയത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഓരോ വിഷയങ്ങളും സജീവമായി ചർച്ചയായി, ഈ പ്രാദേശികമായി ചർച്ചയാകേണ്ട വിഷയങ്ങളടക്കം അത് കൃത്യമായി ചർച്ചയാക്കിക്കൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. പ്രത്യേകിച്ച് വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് ഈ ഒരു മണ്ഡലത്തിൽ വലിയ സവിശേഷമായി ചർച്ചയായി എന്ന് നമുക്കറിയാം. ഇന്ന് ഉണ്ടായ ഈ ഒരു ആക്രമണത്തിലുണ്ടായ മരണം പോലും ഈ ഒരു മണ്ഡലത്തെ വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് എന്നുകൂടി നമുക്ക് കരുതേണ്ടി വരും. അങ്ങനെ ഈ ഒരു PV അൻവർ പ്രധാനമായും ഉന്നയിച്ച ഒരു കാര്യം പോലും ഈ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്കറിയാം. ഇരു മുന്നണികളും അതിൽ തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതും തങ്ങൾ ചെയ്തതും അടക്കമുള്ള കാര്യങ്ങൾ നിരത്തി തന്നെയാണ് സംസാരിച്ച് മുന്നോട്ട് പോയത്. അങ്ങനെ സജീവമായ രാഷ്ട്രീയ ചർച്ചയ്ക്കൊടുവിൽ പോളിംഗ് ബൂത്തിലേക്ക് നിലമ്പൂർ എത്തുമ്പോൾ വലിയ പ്രതീക്ഷകൾ മുന്നണികളുണ്ട്. 15,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുമെന്നുള്ള തികഞ്ഞ പ്രതീക്ഷയിലാണ് UDF ക്യാമ്പുള്ളത്. പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും അടക്കമുള്ളവർ ഈ ഒരു കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. 15,000-ന് മുകളിൽ വോട്ടാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റ് ചില ഫാക്ടറുകൾ കൂടി വർക്ക് ചെയ്താൽ അത് 25,000 വരെയാകുമെന്നുള്ള കണക്കുകൂട്ടലാണ് UDF. എന്നാൽ 10,000-ൽ കുറയാത്ത വോട്ടുകൾക്ക് വിജയിച്ചു കയറാമെന്നുള്ള തികഞ്ഞ പ്രതീക്ഷ LDFിൻ്റെ ക്യാമ്പും പങ്കുവെക്കുന്നുണ്ട്. അതിന് അവർ നിരവധി കാരണങ്ങൾ നിരത്തുന്നുണ്ട്. ഞങ്ങൾ ചെയ്ത വികസന പദ്ധതികളെക്കുറിച്ച് പറയുന്നു. അതോടൊപ്പം തന്നെ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം വളരെ പോസിറ്റീവായി ബാധിക്കുമെന്ന കാര്യം പറയുന്നു. അങ്ങനെ ഇരു മുന്നണികൾക്കും അവർക്ക് വിജയിക്കും എന്ന് ചൂണ്ടിക്കാണിക്കാൻ നിരവധി കാരണങ്ങളുണ്ട്. മാത്രമല്ല അടിമുടി രാഷ്ട്രീയ ചർച്ചകളിൽ നിറഞ്ഞു നിന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. വിവിധ വിഷയങ്ങൾ ഓരോ ദിവസവും ഓരോ വിഷയം എന്നുള്ള രീതിയിൽ തന്നെ ചർച്ചകൾ മുന്നോട്ട് പോയി. ഏറ്റവും അവസാന ദിവസം നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസം വരെ വലിയ രാഷ്ട്രീയ ചർച്ചകൾ നിലമ്പൂരിനെ കേന്ദ്രമാക്കി നടന്നു. അത് RSSുമായി ബന്ധപ്പെട്ടുള്ള CPM സംസ്ഥാന സെക്രട്ടറിയുടെ പരാമർശമടക്കം വലിയ രീതിയിൽ ചർച്ചയായ തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഓരോ ഘട്ടത്തിലും ആളുകളുടെ നിലപാടുകൾ മാറിമറിയാൻ ഇടയാകുന്ന തരത്തിലേക്കുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് ഏറ്റവും അവസാന മണിക്കൂറുകൾ വരെ ഇടയാക്കിയ ഒരു തിരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലത് എന്നറിയാം. എന്തായാലും നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ആശങ്കകളുണ്ട്. എല്ലാ മുന്നണികൾക്കും വലിയ പ്രതീക്ഷകളും എല്ലാ മുന്നണികൾക്കുമുണ്ട്. അടിയൊഴുക്കുകളിൽ ഇരു മുന്നണികളും എന്തായാലും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും തികഞ്ഞ പ്രതീക്ഷകൾ പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കൊട്ടിക്കലാശത്തിൽ അടക്കം വന്നു ചേർന്ന ആളുകൾ ഇരു മുന്നണികൾക്കും അവരുടെ ആവേശം ഒട്ടും ചോരാതെ നിലനിർത്തുന്ന കാഴ്ചകളായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഇപ്പോൾ ഞാൻ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. അദ്ദേഹം കുടുംബസമേതം ഒരു 7:45 വീട്ടിൽ നിന്ന് ഇറങ്ങി പോളിംഗ് ബൂത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ശരി ആസിഫ്. അപ്പോൾ ആസിഫ് നിൽക്കുന്നത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വീട്ടിന് മുന്നിലാണ്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഇറങ്ങും, അവിടെ വോട്ട് രേഖപ്പെടുത്തും.